അപ്രാപ്തയും അയോഗ്യമായ എന്നെ സ്വർഗം തെരഞ്ഞെടുത്തു. സ്തോത്രം. യേശുക്രിസ്തു ആരെന്നോ രക്ഷ എന്തെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു പൂജാരിയുടെ 8ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞാനതുകൊണ്ട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ അനുഭവമുള്ളവർക്ക് ദിവസനി വന്ന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പാസ്റ്റർ സ്റ്റേജിൽ കൊണ്ട് കരമടക്കി കണ്ണടക്കി കൈകൊണ്ട് തുള്ളെന്നൊന്നും പറയുമ്പോഴല്ല, അവനാൽ പ്രാപിച്ച ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ആര് സ്തോത്രം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കേണ്ട, ആരും ആരാധിക്കാൻ നമ്മളെ പഠിപ്പിക്കേണ്ട. പഴയ നിയമം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മിരിയാം തപ്പെടുത്ത് ആർത്തു തുള്ളി. സ്തോത്രം. ഇത് കണ്ടുകൊണ്ട് കൂടെ കുറെ പേരും തുള്ളി. വേദപുസ്തകം നന്നായി പഠിക്കുന്ന ഒരു ദൈവമെന്ന് മനസ്സിലാക്കാൻ കഴിയും, ചെങ്കടലിന്റെ കരി വെച്ച് തുള്ളിയതല്ലാതെ പിന്നെ ഒരു തുള്ളിയിട്ടില്ല, പിന്നെ തുള്ളിയത് കാളയുടെ മുമ്പിലാണ്. സ്തോത്രം. എന്നാൽ പുതിയ നിയമ ഭക്തന്റെ ആരാധന വെളിപ്പെടുന്നത് വിടുതൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ല, മറിച്ച് കഷ്ടതയുടെ നടുവിൽ അവൻ പാടും, പ്രശ്നങ്ങളുടെ താഴ്വരയിൽ അവൻ പാടും, പോരാട്ടങ്ങളുടെ നടുവിൽ അവൻ പാടും. പുതിയ നിയമ ഭക്തനോട് ചോദിച്ചാൽ അവൻ വിളിച്ചു പറയും, കാലുകൾ 2 ആമത്തിലിട്ടാലും കൈകൾ ചങ്ങലകളാൽ ബന്ധിച്ചാലും ദേഹം മുഴുവൻ അടികൊണ്ട പാടുമായി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടാലും അർദ്ധരാത്രിയുടെ അനുഭവം ജീവിതത്തിൽ വന്നാലും വാളും പിടിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി മുമ്പിൽ വന്നു നിന്നാലും പുതിയ നിയമ ഭക്തന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരാഗ്രഹം അവന് വിഷയമല്ല, ചങ്ങല അവന് വിഷയമല്ല, ഇരുമ്പ് വാതിൽ അവന് വിഷയമല്ല, അർദ്ധരാത്രി അവന് വിഷയമല്ല, വാൾ അവന് വിഷയമല്ല, പ്രമാണി അവന് വിഷയമല്ല. അവന്റെ വിഷയം അകത്ത് പ്രാപിച്ച ദർശനവും അകത്തളത്തിൽ പ്രാപിച്ച ദൈവശക്തിയുമാണ്. ഹല്ലേലൂയ. ആ കൃപ പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിഷയം, യഹോവേ ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. സ്തോത്രം. മടക്കി വരുത്തണമേ എന്നുള്ള ആ അഭയാചന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സ്തോത്രം, വഴി തെറ്റിപ്പോയവരാണ് അങ്ങനെ നിലവിളിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ വഴികളെ കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറുകൾ നിന്ന് പറഞ്ഞാലും തീരാത്ത അനുഗ്രഹീതരായ പ്രഭാഷകരായ പ്രിയ ആന്റിമാരെല്ലാം നമ്മുടെ മുൻനിരയിലുണ്ട്. ഞങ്ങൾ അയൽവാസികൾ പ്രിയപ്പെട്ടവരൊക്കെയാണ്. സ്തോത്രം. എന്റെ സ്വദേശം ഞങ്ങൾ താമസിക്കുന്നത് മാവേലിക്കരയാണ്. എന്റെ പേര് ശ്രീലേഖ. കൃപയുടെ കരങ്ങളിൽ കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴം സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഞങ്ങളുടെ ദേശത്തെത്തുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം, ഞങ്ങൾ 8 മക്കളും 25 കൊച്ചുമക്കളും കൊച്ചുമക്കളുടെ മക്കളും ഒക്കെയുള്ള ഒരു വലിയ കുടുംബമാണ്. ഞങ്ങളുടെ ദേശത്ത് ക്രിസ്ത്യാനികളില്ല. ആയതുകൊണ്ട് സുവിശേഷം ഞങ്ങൾക്ക് കേൾക്കുവാനുള്ള മുഖാന്തരങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഏകദേശം 3-4 കിലോമീറ്റർ മാറിയുള്ള ക്രിസ്തീയ കുടുംബങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ യേശുവെ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. എന്നാൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗം എന്നെ കണ്ടു. ചില മാസങ്ങൾക്ക് പിറകിലെയായി മലയാള മനോരമ ദിനപത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു. 25 വയസ്സുള്ള ഒരു അപ്പനും 19 വയസ്സുള്ള ഒരു അമ്മയും അവർക്ക് ആദ്യമായി ലഭിച്ച ആദ്യത്തെ കൺമണിയെ നാളുദോഷം എന്ന് പറഞ്ഞ് നിലത്തടിച്ച് കൊല്ലുവാൻ നോക്കി. പ്രിയമുള്ളവരെ, നാളുദോഷം എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ബലിഷ്ടമായ കരങ്ങളിൽ കൊള്ളിക്കിടന്ന് പിടഞ്ഞ ജീവനായ എന്റേത്. എന്നാൽ ജീവനോടെ ഇരിക്കുന്നത് എന്റെ യേശു ജീവിക്കുന്നതിന്റെ തെളിവാണ്. സ്വന്തം ഞാൻ യേശു ആരെന്നറിയാൻ മുഖാന്തരമായത് ഞാൻ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽസിലാണ് പഠിച്ചത്. എന്നെ അനാട്ടമി പഠിപ്പിച്ച അധ്യാപകരോട് ഞാൻ സുവിശേഷം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, 30 കോടി ദേവീദേവന്മാർ ഞങ്ങൾക്ക് സേവിപ്പാനുണ്ട്. മരത്തിൽ തൂങ്ങി ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവിന്റെ സ്നേഹമൊന്നും വേണ്ട എന്ന് നിന്ദിച്ച് ആ നാമത്തെ നിഷേധിച്ച സ്ഥാനത്ത് ഇന്ന് വിശ്രമം കൂടാതെ തെരുവോരങ്ങളിൽ നിന്ന് മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് സധൈര്യം വിളിച്ചു പറയാൻ കർത്താവ് ഞങ്ങൾക്ക് പ്രാപ്തി തരുന്നു. സ്തോത്രം. തിരുവചനത്തിന് വിരുദ്ധമായി ഒത്തിരി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന വലിയൊരു പൂജയ്ക്കായിട്ട് എന്റെ അധ്യാപകരെയും കൂട്ടുകാരെയും സുവിശേഷം പറയുന്ന പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചു. ഞങ്ങളുടെ പ്രധാന ഹോബി എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പഠിക്കുന്നതായ സ്കൂളിൽ എന്നും ബൈബിളിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട് സാറ്. ഞങ്ങൾ ആ സ്റ്റേർക്കേസിന്റെ ഇവിടെ ഇങ്ങനെ പോയിരിക്കും. കേൾക്കുന്നതായ ക്രിസ്തീയ പാട്ടുകളൊക്കെ അത് തിരുത്തി എഴുതുമായിരുന്നു, വാക്യങ്ങളൊക്കെ തിരുത്തി എഴുതുമായിരുന്നു. അതിൽ ലീഡറായിട്ട് നിന്ന് എന്നെ തന്നെ സ്വർഗം ആദ്യം പിടിച്ചു. ഞാൻ ഒറ്റ വാക്കിൽ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, ആരൊക്കെ യേശു ക്രിസ്തുവിന് വിരുദ്ധമായി കരമുയർത്തിയോ അവനെ കൊണ്ടെല്ലാം സ്വർഗം ഈ വചനം ചുമപ്പിക്കും. സ്വന്തം ദൈവത്തിന്റെ സ്നേഹമുള്ള കരം സ്പർശിക്കുവാൻ കാരണം സുവിശേഷത്തിന്റെ കാതലായ സത്യങ്ങൾ അവിടെ കേൾക്കുകയും ഒത്തിരി അതിന് വിരുദ്ധമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ സുവിശേഷന്റെ കാതലായ മർമ്മങ്ങൾ പൊരുൾ തിരിച്ചു പറഞ്ഞുകൊണ്ട് വേദപുസ്തകം ആദ്യമായി ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. അതെ, ഞങ്ങളെ മതപാഠശാലയിൽ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ വേദമാകുന്ന ബൈബിൾ നമ്മൾ നടന്നു പോകുന്ന പാതയിൽ വലിച്ചു കീറിയിട്ടാൽ അബദ്ധവശാൽ പോലും കാലുകൊണ്ട് പോലും അതിനെ ചവിട്ടരുത്. മറ്റൊന്നല്ല, ദോഷം കിട്ടുമെന്നല്ല, നമ്മൾ അശുദ്ധരായി തീരും. കാരണം ക്രിസ്ത്യാനികൾ നനയ്ക്കാതെയും കുളിക്കാതെ ഏത് സമയത്തും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ബൈബിൾ തൊട്ടാൽ ഞങ്ങൾ അശുദ്ധരായി തീരുമെന്നുള്ള പഠിപ്പീരുകൾ ഉള്ളതുകൊണ്ട് ഒരിക്കൽ പോലും ഇത് കയ്യിൽ മേടിക്കുവാൻ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. വളരെ തർക്കങ്ങളുണ്ടായി. യേശു ക്രിസ്തുവിന് വിരുദ്ധമായി, ദൈവജനത്തിന് വിരുദ്ധമായി സംസാരിക്കുകയും ലഭ്യമായ വേദപുസ്തകം എടുത്തു തന്ന യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 115-ാം സങ്കീർത്തനം ഇരമ്യാവ് 10 ഒക്കെ എടുത്ത് ആധികാരികരുടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞു. അങ്ങനെ വചനത്തിന്റെ സത്യങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അത് യേശുവാണ് ജീവനുള്ള ദൈവമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൈന്ദവ കുടുംബത്തിൽ പൂജാരിയുടെ മകളായി ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് എന്റെ കൂട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വളരെ തർക്കമുണ്ടായി. അങ്ങനെ വേദപുസ്തകം വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെങ്കിൽ അവന്റെ മഹത്വം ഞാനൊന്ന് കാണട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കുഞ്ഞ് ഒരു പേപ്പർ കീറി കളയുന്ന ലാഘവത്തോട് ചെയ്തതാ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അന്ന് എന്റെ മേൽ ഭാരമായി വന്നു.
സ്തോത്രം. വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് വൈകിട്ട് മുതൽ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഗ്രൗണ്ടിൽ തലകറങ്ങി വീണു. കൂട്ടുകാർ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി, കൈകാലുകളുടെ ബലം ക്ഷയിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലാക്കി. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിരവധി അനവധി ചികിത്സകളൊക്കെ ചെയ്തു. സ്തോത്രം. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ അത് ഉപേക്ഷിക്കുമ്പോൾ ഈ ഷേപ്പ് ഒന്നും ആയിരുന്നില്ല. ഒരു വശത്തേക്ക് കൂടി വലിച്ചുപിടി കേൾവി നഷ്ടപ്പെട്ട് സമൃദ്ധമായ മുടി ഉണ്ടായിരുന്നു. മുടി മുഴുവനും കൊഴിഞ്ഞ് കൈകാലുകൾ ഒരു പോളിയോ വന്നതിന്റെ കുഞ്ഞിന്റെ കാലും കൈയും പോലെ കാലും കൈയും വിരൂപമായി ദേഹം മുഴുവൻ പപ്പടം തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിടുമ്പോൾ കുമളകൾ പോലെ വരുന്നത് പോലെ ദേഹം മുഴുവൻ വ്രണം നിറഞ്ഞ് ശരീര അവയവങ്ങൾ പോലും അഴുകി ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ സ്വർഗം എന്നെ കൊണ്ടെത്തിച്ചു. സ്തോത്രം. തകർക്കപ്പെട്ട അനുഭവത്തിൽ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഒറ്റ വാക്ക് ഞാനത് പറയാം, മനുഷ്യന്റെ കരം കൊണ്ട് നിർമ്മിച്ച് ഒന്നിനും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യനിർമ്മിതമായ ഒന്നിനും എന്നെ രക്ഷിക്കാൻ കഴിയാതെ അകത്തളത്തിൽ കിടക്കുമ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ക്രിസ്ത്യാനികളില്ലാത്ത ഞങ്ങളുടെ ദേശത്ത് ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ മുഖാന്തരമില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചതുകൊണ്ട് നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ടീമിന്റെ പ്രവർത്തകരെ ഞങ്ങളുടെ ദേശത്തേക്ക് അയച്ചു. അപ്രകാരം ആ ടീം പ്രവർത്തകർ ആ ദേശത്ത് വരികയും അങ്ങനെ സുവിശേഷത്തിന്റെ കാതലായ മർമ്മങ്ങളെ ദേശത്ത് വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികളായ നിറയപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ ചെന്ന് ചോദിച്ചു, അത് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, അത് ചീഞ്ഞൊഴുകിയ ശരീരത്തിന് ജീവൻ കൊടുക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ ആ ഭവനത്തിൽ വന്നൊരു അടയാളം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവർ തന്നെ ചെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സ്തോത്രം. അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയത്തില്ല, പക്ഷെ കർത്താവ് അത്ഭുതം ചെയ്യും. സ്തോത്രം. മടങ്ങി വന്നാൽ വിടുതലുണ്ടെന്നാണ് ദൈവത്തിന് പറയുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. അതെ, ദൈവത്തിന്റെ സ്നേഹമുള്ള കരം എവിടെ സ്പർശിക്കാൻ കാരണം ആ ഭവനത്തിലേക്ക് അവർ വന്നു. സുവിശേഷത്തിന്റെ കാതലായ സത്യങ്ങളെ അന്ന് പകൽ ഞങ്ങളുടെ ഭവനത്തോട് അറിയിക്കുവാൻ ഇടയായിരുന്നു. ഒത്തിരി മാർമികമായ സത്യങ്ങളെ അവർ പൊരുൾ തിരിച്ചു പറഞ്ഞു. എന്നാൽ സുവിശേഷ വിരോധികൾ അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരോട് പറഞ്ഞു, ഒരടയാളം നിങ്ങൾ കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്ന് അവർ കരത്തോട് കരം കോർത്ത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, സുന്ദരം എന്ന ദേവാലയ ഗോപതി ഭിക്ഷയാചിച്ചുകൊണ്ട് മുടങ്ങൻ അഭിഷിക്തന്മാരുടെ ഒരൊറ്റ പ്രാർത്ഥനയാൽ അത്ഭുത സൗഖ്യം പ്രാപിച്ച് ആലയത്തിനകത്തേക്ക് ഓടി വന്ന് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിച്ചതുപോലെ നന്മയ്ക്കായ ഒരു അടയാളം വെളിപ്പെടുത്തണമേ. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, മടങ്ങി വന്നാൽ യേശു നന്മയ്ക്കായി നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം ചെയ്യും. സ്തോത്രം. അല്ലെ, എങ്ങനെ മടങ്ങി വരണം? ആ സക്കായിയെ പോലെ മടങ്ങി വരുവാൻ തയ്യാറാകണം. സ്തോത്രം. ചതുവായി ചെയ്തതിനെല്ലാം അല്ലെങ്കിൽ മടക്കി കൊടുക്കാമെന്നുള്ള ആ സക്കായിയെ കുറിച്ച് ഇന്ന് പ്രഭാതത്തിലും വായിച്ചപ്പോൾ എന്റെ ഉള്ളം കത്തുവാനിടയായി തീർന്നു. 3 സംഭവം ഞാൻ എന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ഒന്നവനൊരു മാനസാന്തരം ഉണ്ടായി, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. രണ്ടാമത് യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ അവനൊരു വിശാല മനസ്സുണ്ടായി. സ്തോത്രം. അല്ലെങ്കിൽ എനിക്കുള്ളത് പാതി. സ്തോത്രം. 3 അവനൊരു പ്രായശ്ചിത്തമുണ്ടായി, ചതുവായി വാങ്ങിയത്. യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു മനുഷ്യന് പൂർണ്ണമായ ഒരു രൂപാന്തരമാണ് ഉണ്ടാകുന്നത്. മാതാപിതാക്കളായ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള കാര്യം, അല്ലെ, ഇന്ന് ആത്മീയ ഗോളം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുക. മനുഷ്യ മൃഗതുല്യമായി തീർന്നിരിക്കുന്ന ഒരു മാനവ സമൂഹത്തിന്റെ നടുവിൽ ദൈവസഭ ഉണർത്തപ്പെട്ടേ മതിയാകുകയുള്ളൂ. കൃപയാൽ ഇത്ര വലിയ രക്ഷ കരസ്ഥമാക്കുവാൻ ഞങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ആത്മീയ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ പഴയതെല്ലാം വിട്ടിട്ട് യേശു ക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവമെന്ന് ദേശങ്ങൾ, കുടുംബങ്ങളിലെ ഭവനങ്ങൾ സന്ദർശിച്ച് അതേ ഹല്ലേലൂയ തെരുവോരങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ച് കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷിയായി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയും, അനേകായിരങ്ങൾ ഈ കൃപയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്നേഹമുള്ള കരം സ്പർശിക്കാൻ കാരണം അന്ന് പകൽക്കാലം അഭിഷിക്തന്മാർ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നന്മയ്ക്കായ ഒരു അടയാളം ചെയ്യണമെന്ന്. അനുഗ്രഹീതമായ ഒരു ആരാധനയുടെ തന്നെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, യേശുവിനെ അറിയാത്ത, രക്ഷ എന്തെന്നറിയാത്ത ആ കുടുംബത്തിനകത്തളത്തിൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന വെളിപ്പെട്ടപ്പോൾ അന്ധകാര ശക്തിക്ക് അവിടെ സ്ഥാനമില്ലാതായി. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ശക്തി അഭിഷിക്തന്മാരുടെ പുറത്തു വന്നപ്പോൾ അന്ധകാര മണ്ഡലം ആ കുടുംബത്തെ വിട്ട് മാറിപ്പോയി. ഒരിക്കൽ പോലും യേശുവിന്റെ നാമം കേട്ടിട്ടില്ലാത്ത ഞങ്ങളുടെ കുടുംബത്തിനകത്തളത്തിൽ ആരാധനയുടെ ആഴം വെളിപ്പെട്ടപ്പോൾ കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അദൃശ്യമാകുന്ന ശക്തി എന്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കുകയും യേശു ക്രിസ്തുവിന് വിരുദ്ധമായി സംസാരിച്ച് തിരുവചനം വലിച്ചു കീറി കളഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവം യേശുവാണെങ്കിൽ അവന്റെ മഹത്വമെന്ന് കാണട്ടെന്ന് അത് ഉറക്ക വിളിച്ചു പറഞ്ഞതായി എന്റെ ശരീരത്തിന്മേൽ, നിർജീവമായ ശരീരത്തിന്മേൽ ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തിൽ ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത എന്റെ മൺകൂടാത്തിൽ ആ പകരപ്പെട്ട ദൈവശക്തിയുടെ ആഴം എന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. ആ 1.5 മണിക്കൂറത്തെ ആരാധനയുടെ നടുവിൽ സ്വർഗ്ഗമെന്നെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവന്നു. ഇന്ന് ജീവിക്കുന്ന മഹിമ കണ്ട ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്നു. ഈ നാളുകളിൽ ആത്മീയമായി സമ്പന്നരായി തീരേണ്ടത് ദൈവകൃപയിലേക്ക്, അത് ജീവിതത്തിലെ എല്ലാ ആ തകർച്ചയുടെ അനുഭവത്തിൽ നിന്നും കർത്താവ് ഞങ്ങളെ പുറത്തെടുത്തെങ്കിൽ, പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. വളഞ്ഞ വഴിയിൽ നിന്ന്, കായിന്റെ വഴിയിൽ നിന്ന്, ദുഷ്ടന്റെ വഴിയിൽ നിന്ന്, പാപത്തിന്റെ വഴിയിൽ നിന്ന് ദൈവ വഴിയിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉദ്ധാരണം ഉണ്ടാകും. അത് നമ്മുടെ തലമുറകളുടെ മേൽ അത് ഉദ്ധാരണത്തിന് കാരണമായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം വീടുകളിൽ TV ഉണ്ട്, ഒത്തിരി ചാനലുകൾ അതിനകത്തുണ്ട്. നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്. കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ട ചാനലുകളെ നിയന്ത്രിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റും. പക്ഷെ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് പറ്റത്തില്ല. മടങ്ങി
സംഘാടകരോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ദിവസം താണിരിക്കും.